ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എനർജിയോട് കൂടെയാണ് കേട്ടോ ഇന്നൊരു ദിവസം നമ്മൾ തുടങ്ങിയത്. ഇന്നൊരു ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ശനിയാഴ്ച നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റതാണ്. ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ. നേരം വെളുത്തു വരികയാണ്. ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ചു വെച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് ബ്രിസ്ബൻ അമ്പലത്തിലാണ് പോണേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-3.25 മണിക്കൂർ ദൂരമുണ്ട് ഈ ബ്രിസ്ബൻ അമ്പലത്തിലേക്ക്. എനിക്കാണെങ്കിൽ തലേ ദിവസം പാക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് തുണികളൊക്കെ പാക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടയേർഡാകും. തലേ ദിവസം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റക്കായി പോവുക ചെയ്തത്. പിന്നെ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ പാക്ക് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തലേ ദിവസം പാക്ക് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം എല്ലാം പാക്ക് ചെയ്തൊക്കെ വയ്ക്കും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് വന്നു. മക്കളൊക്കെ പിന്നെ റെഡിയായി. ഏറ്റവും ലാസ്റ്റ് റെഡിയാവുന്ന ആളാട്ടോ ആ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞിട്ടാട്ടോ ചെടി നനയ്ക്കുന്നത്. കാരണം ഒരു ദിവസം ഒന്ന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ മൊത്തം കരിഞ്ഞു പോവും. അത്രയ്ക്കും നല്ല ചൂടാണ്. നമ്മൾ ഭക്ഷണമൊന്നും കയ്യിൽ കരുതണില്ല കേട്ടോ. അതായത് ഒരുപാട് കുറച്ച് ക്രോസിനും ആപ്പിളും കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ വാങ്ങിക്കാം. പിന്നെ അമ്പലത്തിലെ തൊഴുതിന് ശേഷം ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു പോളിസിയാണ്. നാട്ടിലാണെങ്കിലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ എല്ലാവരും റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നിങ്ങളും വായോ, കാഴ്ചകൾ നിങ്ങൾക്കും കാണാം. ഇവിടെ നിന്ന് 3.5 മണിക്കൂറുണ്ടേ നമ്മുടെ വീട്ടിൽ നിന്ന്. മഴയാണല്ലോ. പക്ഷേ തുടക്കം മഴയാണെങ്കിൽ അത് ശുഭമായി അവസാനിക്കുമെന്നല്ലേ പറയാറ്. അപ്പം മഴ ആയിക്കോട്ടെ. ഇത് കണ്ടോ, ന്യൂ സൗത്ത് വെയിൽസിലെ ഭൂപ്രകൃതി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഓൺ ദ വേ ഉള്ളത് കുറച്ച് കാഴ്ചകൾ ഞാൻ പകർത്തിയതാണ് കേട്ടോ. ന്യൂ സൗത്ത് വെയിൽസിൻ്റെ പ്രകൃതിയും അതുപോലെ ക്വീൻസ്ലൻഡിൻ്റെ പ്രകൃതിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ബ്രിസ്ബനിലേക്കാണ് പോകുന്നത്. ക്വീൻസ്ലൻഡിലാണ് ബ്രിസ്ബൻ സിറ്റിയിലേക്ക് എത്തേണ്ട ലോഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പതുക്കെ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിലേക്ക് കടന്നു. അവിടെ ഗോൾഡ് കോസ്റ്റും കഴിഞ്ഞ് ബ്രിസ്ബനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിസ്ബൻ കുറച്ച് എത്തുമ്പോഴേക്കും നമുക്ക് ഉൾവഴിയിലൂടെ പിന്നെ പോകാം. ലോഗൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ കുറച്ച് കയറ്റവും താഴ്ചയുള്ള ഈ ഹൈ റേഞ്ച് പോലെയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഈ ലോഗൻ എന്ന് പറയുന്നത്. പണ്ട് ആർക്കും വേണ്ടാതെ കിടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ലോഗൻ കേട്ടോ. ഇപ്പം മലയാളികളുടെയും അല്ലാതെയുള്ള തള്ളിക്കയറ്റം, അതായത് മൈഗ്രേഷൻ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ളൊരു സ്ഥലമാണ് ലോഗൻ. ചില ഏരിയാസ് മാത്രം ഈ ലോഗനിൽ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ലൊരു ഹോസ്പിറ്റലുണ്ട് ബ്രിസ്ബനിലേക്ക്. ഇവിടെ നിന്ന് 30-45 മിനിറ്റേ ഉള്ളൂ ബ്രിസ്ബൻ സിറ്റിയിലേക്ക്. എന്തായാലും ഇതാണ് നമ്മുടെ അമ്പലം. ഇവിടെ വിനായകരാണ്, ഗണപതിയാണ് മെയിൻ പ്രതിഷ്ഠ. പക്ഷേ എല്ലാ ദൈവങ്ങളെയും നമുക്കിവിടെ കാണാം കേട്ടോ. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു എനിക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കിട്ടിയത്. എന്തെന്നില്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് അനുഭവിക്കുന്നവർക്കേ അല്ലെങ്കിൽ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉള്ളവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പണ്ട് നമ്മളെ ഗുരുവായൂരും ചുറ്റാനിക്കരയും കുറച്ച് ദൂരേക്കുള്ള അമ്പലങ്ങളിൽ പോകില്ലേ, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലുള്ള ഒരു അമ്പലത്തിൽ പോകില്ലേ, നമ്മളിപ്പോൾ വല്ല കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒരു അമ്പലത്തിൽ പോകില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എന്തൊരു വൈബായിരുന്നു എന്നറിയോ. അവിടെ മണിയടി ശബ്ദവും പൂജയുടെ ശബ്ദവും ഒക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ ഒരുപാട് രീതിയിലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പം നമുക്കവിടെ വഴിപാട് കഴിക്കാം, അർച്ചനകൾ കഴിക്കാം, വിളക്ക് കത്തിക്കാം, എള്ളുതിരി കത്തിക്കാം,
അയ്യോ ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എന്താന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരത്തിലുള്ളൊരു വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിവേ അറ്റ്ലീസ്റ്റ് ഒരു 3.5 മണിക്കൂറെങ്കിലും ദൂരത്തിൽ നമുക്കൊരു അമ്പലത്തിൽ എന്തായാലും പോകാമല്ലോ. മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കാമല്ലോ, അങ്ങനെ ആശ്വസിക്കാം. പിന്നെ പ്രസാദമൊക്കെ കിട്ടും നമുക്ക്. നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയുള്ള ഒരു അമ്പലത്തിൻ്റെയൊക്കെ ഒരു പ്രതീതി എനിക്കവിടെ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ കിട്ടി. പിന്നെ നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വെച്ചു. അതിനുശേഷം അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ക്യാൻറ്റീൻ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിനുള്ളിലുള്ള അമ്പലത്തിൻ്റെ പോലെ മുണ്ട് തന്നെ ഉടുക്കണം, അല്ലെങ്കിൽ ഷർട്ട് പകുതി ഊരി ഇങ്ങനെ ഇടണം, അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കേരളത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പലങ്ങളിൽ. എന്തായാലും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മുണ്ടൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് പോകണം എന്നാണ് പ്ലാൻ ഹസ്ബൻഡിൻ്റെ. പിന്നെ നമ്മളവിടെ ക്യാൻറ്റീനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി പൂരി മസാല ഞങ്ങൾ ഓർഡർ ചെയ്തു. പുള്ളിക്കാരൻ മാത്രം ദോശ ഓർഡർ ചെയ്തു കേട്ടോ. ദോശ പോരായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ പൂരി മസാല നല്ല കെങ്കേമമായിരുന്നു. എന്തുമാത്രം ആൾക്കാരാണെന്നറിയാം അവിടെ. ഞങ്ങൾ എന്നിട്ട് കുറേ എക്സ്ട്രാ പരിപ്പ് വടയൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടോ. ഉഴുന്നുവട ബാക്കിയുള്ള വടകളൊക്കെ തീർന്നായിരുന്നു. ഏകദേശം ഒരു 12 മണിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ എനിക്ക് അവനെ കണ്ടിട്ടേ മനസ്സിലായില്ല. അപ്പോഴാണ് അവനൊക്കെ പറയുന്നത് അവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരത്തിലാണ് പുള്ളിയും ഫാമിലിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ എന്തൊരു ഭാഗ്യവാൻ. അപ്പോഴാണ് പറയണേ എല്ലാ ആഴ്ചയിലും അവർ ഈ അമ്പലത്തിൽ വരാറുണ്ടെന്ന്. എന്തായാലും അതിനുള്ള യോഗം എനിക്ക് എന്തായാലും ഇല്ല. സാരമില്ല, ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടോ. നമ്മൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു മയിലുണ്ടാവില്ലേ, അതുപോലെ ഈ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ മയിലുകൾ. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയും ഉണ്ട്, അപ്പോൾ മയിലുകളുണ്ടായിരുന്നു. അവിടെ കൂട്ടിൽ ഇട്ടിരിക്കുകയാണ് മയിലുകളെ. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ ക്യാൻറ്റീൻ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ വോളണ്ടിയേഴ്സായിട്ടും സ്റ്റാഫായിട്ടും അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്പലത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിൽ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്പലം അത്രയും പുരോഗമിച്ച് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ ഒരുപാട് ചെടികളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചെടികളില്ലേ, തുളസി, വേപ്പില, നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ രീതിയിലുള്ള ചെടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും പോകുമ്പോൾ അപ്പോഴൊക്കെ വാങ്ങിക്കാം. ഇപ്പോഴേ നമ്മൾ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് ഹസ്ബൻഡ് പറയും. അത്യാവശ്യം ചെടികളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്, ഞാൻ തന്നെ വാങ്ങിച്ച കൂട്ടി. ഇനി ഒരുപാട് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ഒരു മാർക്കറ്റും കൂടെ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോളും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ചെറിയൊരു മുരുകൻ്റെ വേല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ ഹസ്ബൻഡിന് കൊതി. അവിടെ ഒരു കലവറ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും കലവറ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ബൊഫേ ഉണ്ട്. $27 എന്തോ കൊടുത്താൽ ബൊഫേ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ഈ മീനും നോൺ വെജൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാട്ടോ. എൻ്റെയൊക്കെ വയറ് അത്യാവശ്യം ഫില്ലായിരുന്നു. പക്ഷേ ആൾക്കത് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന്, അവിടെ നിന്ന് തിരിച്ച് പോരാൻ പറ്റുള്ളൂ എന്ന് ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ആ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ വിട്ടത്. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണെന്നറിയാം വിട്ടത്, ഗോൾഡ് കോസ്റ്റിലേക്കാട്ടോ പോയത്. നമ്മൾ അവിടെയാണ് റൂം നമ്മൾ ബുക്ക് ചെയ്തത്. കാരണം ബ്രിസ്ബൻ നമ്മൾ സിറ്റിയിലേക്ക് ഇനിയും പോകണം. സിറ്റിയിലല്ലാതെ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനുമില്ല. അപ്പോൾ എൻ്റെ ഒരു ആശയമായിരുന്നു നമുക്ക് ഗോൾഡ് കോസ്റ്റ് പോയിട്ട് ഹോട്ടലിൽ ബുക്ക് ചെയ്യാം, അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാം. അപ്പോൾ സാറ്റർഡേ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബീച്ചിൻ്റെ ഒരു ടൈമും നമുക്ക് സ്പെൻഡ് ചെയ്യാം, ബീച്ചിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. ശനി ഞായറാഴ്ച അവിടെ നൈറ്റ് മാർക്കറ്റ്, ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ അതും ഒന്ന് കാണാം. ഞങ്ങൾ ഇതുവരെ നൈറ്റ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ആ കോസ്റ്റൽ ഏരിയയിൽ തന്നെയുള്ള ഒരു
ഹോട്ടൽ ബുക്ക് ചെയ്തു. ഹോട്ടലിന് ഞങ്ങൾ പേ ചെയ്തത് $250 ഹോട്ടലിന് പേ ചെയ്തത്. കുറച്ച് റെയിനി ആയിരുന്നു, പക്ഷേ റെയിൻ പിന്നീട് മാറി. പിന്നെ നൈറ്റ് മാർക്കറ്റ്സിൽ ചുമ്മാ ഈ സ്റ്റോൾസാണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസാണ്. നമുക്ക് സ്വന്തമായിട്ട് ഈ വീടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും തന്നെ വാങ്ങിച്ചില്ല. പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു എന്നല്ലാതെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ നൈറ്റ് മാർക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും കാണൂ, നൈറ്റ് മാർക്കറ്റ് കാഴ്ചകൾ കണ്ടോളൂ. Someone's a bit spoiled. Hey, you wanna check that out? Like this, okay? Stand up nice and tall. And a nice big smile for me. Ready? 1, 2, 3. And again. 1, 2, 3. That's easy, guys. You stand there like a tree, you become a tree. Super. Pretty cool, hey? Done well. Ready? Ready, still fella. Ready, stand nice and still for me. പിടിച്ചോട്ടാ. Alrighty. Nice big smile for my camera. Ready? 1, 2. Yeah. Is it smile? Wow. Gonna pass? Wow. അതെ, യെല്ലോ സ്നേക്കിനെയാണ് ആച്ചി പറഞ്ഞത്. നല്ല സ്ക്വിഷിയാ. എനിക്ക് സ്നേക്കിനെ പിടിക്കണോ? സൂപ്പർ ആയിരിക്കും ഫോട്ടോ. ഇതിലെ ഓസ്ട്രേലിയയിൽ ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ഗോൾഡ് കോസ്റ്റിൽ സർഫേസ് പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളത്. ഈ ഒരു സ്ഥലമാണ് ലൈവ് നൈറ്റ് കാണാൻ വേണ്ടി. വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ ലൈവ് നൈറ്റ് മാർക്കറ്റും നല്ല ചില്ല് മൂടാട്ടോ. നമ്മൾ നാട്ടിലെ എറണാകുളത്താണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് ബിസി ലൈഫൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് കുറച്ച് ബിസി ലൈഫൊക്കെ ഇങ്ങനെയുള്ളൊരു മൂഡ് ഇഷ്ടമാട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നും പറഞ്ഞ് കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലം ഒട്ടും താല്പര്യമില്ല എന്നുമല്ല എൻ്റെ അർത്ഥം. എന്തായാലും നമുക്ക് ഏകദേശം കുറച്ച് അടുത്ത സ്ഥലമുണ്ട്. നമുക്കൊന്ന് ബോറടിച്ചാൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നൈറ്റ് മാർക്കറ്റൊക്കെ ഒന്ന് മൊത്തം കറങ്ങി. പിള്ളേർ പാമ്പിനെടുത്ത് തോളിലിട്ടത് കണ്ടല്ലോ അല്ലേ. എനിക്ക് ജന്മത്തിൽ അതൊന്നും നടക്കത്തില്ലാത്ത കാര്യമാണ്, എൻ്റെ ബക്ക് ലിസ്റ്റിൽ ഇല്ലാത്തതും കാര്യമാണ്. എനിക്ക് പാമ്പിനെടുത്ത് തോളിലിടുന്ന വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ ഉണ്ടല്ലോ അവിടെ ഒരു അറബ് ഫാമിലിയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നേ, ബക്ലാവ സെല്ലിങ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു അസൽ ടേസ്റ്റ് അറിയാൻ വേണ്ടി ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിസ്താഷ്യോയുടെ ടേസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഫ്ലേവേഴ്സ് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഇത് ഞങ്ങൾ അക്കോമഡേഷൻ ചെയ്ത സ്റ്റേ ചെയ്ത ഹോട്ടലാണ്. ഒരു മുറി, ഒരു ചെറിയൊരു വാഷ്റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ള ചെറിയൊരു ഹോട്ടലായിരുന്നു. പക്ഷേ ആ കോസ്റ്റൽ ഏരിയയിൽ തന്നെയായിരുന്നു. നമുക്കപ്പോൾ ബീച്ച് ഒരു സൈഡിൽ നിന്നും നല്ല സിറ്റി വ്യൂ ഉണ്ടായിരുന്നു.
അതിൻ്റെ ചിത്രങ്ങളൊന്നും പകർത്താൻ എൻ്റെ സാഹചര്യം അനുവദിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് വീഡിയോസൊന്നും എൻ്റെ ഇല്ല കേട്ടോ. പക്ഷേ നല്ല വ്യൂ ഉള്ള നല്ല ഭംഗിയുണ്ട് രാത്രി ആ ലൈറ്റൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ആ സിറ്റി കാണാൻ വേണ്ടി. ഇതൊരുപാട് മിസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഗ്രാമപ്രദേശത്ത് താമസിക്കണമുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾ നേരത്തെ തന്നെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. 10:30 മണിക്ക് എന്തോ വെക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു, 10 11 മണിക്ക് എന്തോ. പക്ഷേ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തു. കാരണം ഈ ക്വീൻസ്ലാൻഡും ന്യൂ സൗത്ത് വെയിൽസും തമ്മിൽ ഇപ്പോൾ സമ്മർ ടൈമിൽ ടൈം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡേ ലൈറ്റ് സേവിങ് നമുക്കുണ്ട്. അതുകൊണ്ട് 1 hour നമ്മൾ ഫോർവേഡാണ്. അപ്പോൾ നേരത്തെ തന്നെ വീട്ടിലെത്തണം. അതുകൊണ്ട് വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ സൈഡിൽ തന്നെ ബീച്ചിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല കേട്ടോ. പിള്ളേർ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്വീൻസ്ലാൻഡ് ടൈം ഒരു 12 മണി വരെ ഞങ്ങൾ അവിടെ ബീച്ചിൽ തന്നെ സ്പെൻഡ് ചെയ്തു. 12 മണിക്ക് ശേഷം ഇവിടെ സൂര്യപ്രകാശം ഒത്തിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ നേരം നിന്നില്ല. പിന്നെ വീട്ടിൽ വൈകും എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും. രാവിലെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തത്. ആൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എമ്മി ആയിരുന്നു കേട്ടോ. അത് മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. ഞാൻ ഓർഡർ ചെയ്ത ഈ ഫ്രോസൺ യോഗട്ട് പിന്നെ ഗ്രനോള അങ്ങനെ എന്തൊരു ബൗളാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു പേരായിരുന്നു. പിന്നെ ഒരു ഐസ്ഡ് കോഫി, പിന്നെ പിള്ളേർ പാൻ കേക്കുമാണ് ഓർഡർ ചെയ്തത്. യമ്മി ആയിരുന്നു എല്ലാം. നല്ല ഫുഡായിരുന്നു അവിടെ ആ റെസ്റ്റോറൻറ്റിൽ. ബീച്ച് സൈഡിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും അവിടെ നല്ലതാട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിൽ തന്നെ സ്പെൻഡ് ചെയ്തു. പിള്ളേർ കുറച്ച് നേരം അവർ നല്ല ഹാപ്പി ആയിരുന്നു. ബീച്ചെന്ന് പറഞ്ഞാൽ മിക്ക പിള്ളേർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണല്ലോ ബീച്ച്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓഷൻ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള ഓസ്ട്രേലിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഓസ്ട്രേലിയൻ ഓഷൻസിൽ കയറി സ്വിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ തിരമാല കടൽ കൊണ്ടുപോകുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് സ്വിമ്മിങ് അറിയാവുന്നവരാണെങ്കിൽ തന്നെ ഒരുപാടൊന്നും സ്വിം ചെയ്യാൻ നിൽക്കരുതെന്നാണ് അവർ നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ. വീട്ടിൽ ഞങ്ങളൊരു 5 മണിയായി എത്തിക്കഴിഞ്ഞപ്പോൾ കേട്ടോ. ഇനി നാളെ തുടങ്ങി വീണ്ടും ബാക്ക് ടു നോർമൽ. സ്കൂള്, ജോലി എല്ലാം. ഇനി ഇതുപോലെ വേറൊരു വെക്കേഷൻ വരുമ്പോൾ ഭഗവാനെ കാണാൻ ഇനിയും വീണ്ടും വരണം. ഇതുപോലൊരു ചെറിയൊരു 1 day ഹോളിഡേ എങ്കിലും ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോസ് കാണണം. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. എങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.